ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേയും നമ്മളെ വെൽക്കം ചെയ്യുന്നത് മഴ തന്നെയാണ് കേട്ടോ. നല്ല കിടില മഴയാണ്. ഞാൻ പോകാനായിട്ട് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, നല്ല മഴ. അപ്പോൾ മഴ കുറയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും മീനുക്കുട്ടീനെ ഞാനൊന്ന് വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എനിക്ക് ഫുള്ള് വൃത്തിയായിട്ടുണ്ട്. മഴയ്ക്ക് ചെറിയൊരു ശമനം വന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാനിതാ നമ്മുടെ ലഗേജൊക്കെ ലോഡ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് താഴേന്ന് കർമ്മങ്ങളൊക്കെ അങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ വലുതായിട്ട് കൂടുന്നതിന് മുമ്പായിട്ട് ഈ ഒരു മല മാറ്റി അടുത്തൊരു മല പിടിക്കാം കേട്ടോ. അപ്പോൾ വാ നമുക്ക് മുൻപോട്ടേക്ക്. കണ്ടില്ല നിങ്ങളെ ഫുൾ ലോഡിലുള്ള നമ്മളുടെ മീനുക്കുട്ടി. ഇന്നും നമ്മളുടെ പ്ലാൻ അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നുമില്ല. നമ്മളിതാ ഈ ഒരു വണ്ടിയുമായിട്ട് മലനിരകളിലൂടെ ഹിമാലയൻ റേഞ്ചിലൂടെ അങ്ങോട്ട് ഇറങ്ങുന്നു. നമുക്ക് കൊള്ളാം, ആഹാ നല്ല പ്ലേസ് എന്ന് തോന്നുന്ന നല്ല അടിപൊളി ഗ്രാമമേഖലകൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകുന്നു. അവിടെ തങ്ങാൻ പറ്റുവാണെങ്കിൽ അവിടെ തങ്ങുന്നു, അവരുടെ കൂടെ ജീവിക്കുന്നു. ഓക്കെ, അപ്പം ബായോ. ഇവിടുത്തെ റോഡുകളുണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഈ ഒരു ക്യാമറയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ എന്താ പറയുക, ഭയങ്കര കുത്തനെയുള്ള കയറ്റിറക്കങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കിടക്കുകയാണ്, റോഡ് തെന്നി തെറിച്ചിട്ടാണുള്ളത്. സോ നമ്മൾ നോക്കിയും കണ്ടും വണ്ടി പതുക്കെ വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ലഗേജ് ഒരുപാടുള്ളതാണ്. സോ ഒന്ന് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാലേ താങ്ങാൻ പറ്റത്തില്ല. മേഘങ്ങൾക്കും മീതെയുള്ള ഹിമാലയൻ മലനിരകളിലെ ഗ്രാമങ്ങൾ തേടിയുള്ള യാത്രയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ. നമുക്ക് കൂട്ടായി നമ്മുടെ സന്തത സഹചാരി മീനുക്കുട്ടിയുമുണ്ട്. സിക്കിമിനും വെസ്റ്റ് ബംഗാളിനും നമ്മളുടെ ഭൂട്ടാനും ഇടയിലുള്ള അതിർത്തി മേഖലയിലൂടെയാണ് നമ്മൾ യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം. ഈ ഒരു മേഖലയിലെ മഴക്കാലത്തിൻ്റെ അവസാനഘട്ട സമയമാണിത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുള്ള മേഖലയാണ്. നിങ്ങൾ വാർത്തകളിലൊക്കെ കേൾക്കുന്ന പോലെ ചില സമയത്ത് മണ്ണിടിച്ചിലുകളും ഇവിടെ ഉണ്ടാവും. ഇവിടെയും ഉണ്ടല്ലോ മലയാളികളുണ്ട് എന്നാണ് കേട്ടോ എന്നോട് അവിടെ നിന്ന് ഹോം സ്റ്റേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതായത് ഇത് കണ്ടെങ്കിൽ ഹോളി ക്രോസ് കോൺവെൻറ്റ് മിഡിൽ ടൊറിയോക്ക് മാംറിങ്, ഈ ഒരു സ്ഥലത്ത് മലയാളി സിസ്റ്റേഴ്സാണ് ഉള്ളതെന്ന് പറഞ്ഞത്. പക്ഷേ അച്ഛന്മാരാരും ഇല്ല അവിടെ. ഇവിടെ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഹൈസ്കൂൾ എന്ന് പറയുന്നത്, മാംറിൻ ടൊറിയോ ഹൈസ്കൂൾ. മിക്കവാറും മലയാളി ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും പഠിപ്പിക്കാനായിട്ട്. ഇടയ്ക്ക് ഗ്രാമങ്ങളും അതുകൂടാതെ വീണ്ടും കാടും, അങ്ങനെ രണ്ടും ഇടകലർന്നാണ് കേട്ടോ ഇവിടെയൊക്കെ വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ല നിങ്ങൾ, നമ്മളുടെ വണ്ടിയുടെ പുറകത്തെ ബ്രേക്കിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കുറേ നാൾ എടുക്കാതെ വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം സൂക്ഷിച്ചാണ് വണ്ടി താഴോട്ടേക്ക് ഇറക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മേഖല നൂറുകണക്കിന് ഹോം സ്റ്റേകൾക്ക് പേര് കേട്ടതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലാണ് ഓരോ വീടുകളും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു വീട്ടിൽ മാക്സിമം ഒരു റൂമെങ്കിലും ഹോം സ്റ്റേക്ക് വേണ്ടി മാറ്റി വെക്കാനൊക്കെ ഇവിടെയുള്ളവർ നോക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ പോയിട്ട് കുട്ടികളൊക്കെ റിട്ടേൺ വരുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഉച്ചയായി കേട്ടോ, രാവിലെ മൊത്തം മഴയല്ലായിരുന്നോ. എന്തെന്നോ ഏതെന്നോ അറിയാത്ത യാത്ര. ഞാൻ ഈവൻ വഴിയിൽ കാണുന്ന ആൾക്കാരോട് പോലും ഈ വഴി എങ്ങോട്ടേക്കാണെന്നുള്ളത് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ലേ. നേരെ കാണുന്ന കുറച്ചധികം വണ്ടികൾ ഓടിപ്പാട് ഉള്ള ടൈപ്പ് വഴിയെ ഞാൻ അങ്ങനെ അങ്ങ് വിടുകയാണ്. ഇവിടെ ഉണ്ടല്ലോ ഈ കാണുന്നതേ കപ്പയാണ് കേട്ടോ. കപ്പ കൃഷികളൊക്കെ ഇവിടെയുണ്ട്. നമ്മൾ സിക്കിമിൽ പോയപ്പോൾ സിക്കിമിലും കണ്ടായിരുന്നു കപ്പ. അവരുടെ ഒരു മെയിൻ സാധനമാണ്. അതെങ്ങനെയോ മലയാളി അച്ഛന്മാരായിട്ടുള്ള ആരോ അങ്ങനെ സിസ്റ്റേഴ്സ് അങ്ങനെ ആരോ കൊണ്ടുവന്നിട്ടാണ് കപ്പ അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നത്. അവരാണ് അതൊക്കെ കഴിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടൊക്കെ ഉള്ളത്. ഈ ഒരു ഭാഗത്ത് അധികമുള്ളവരിലുണ്ടല്ലോ എല്ലാം ബുദ്ധിസ്റ്റ് മതവിശ്വാസികളാണ്. അവരുടെ ആ ഒരു ബുദ്ധമതത്തിൻ്റെ കൊടിയെല്ലാം നിങ്ങൾ കണ്ടില്ലേ വീടിൻ്റെ മുമ്പിലായിട്ടുണ്ട്. അതുകൂടാതെ മറ്റെന്തോ ഒരു കൊടി കൂടി ആ ഒരു വീടിൻ്റെ മുമ്പിൽ മേലെയായിട്ട് ഇങ്ങനെ പാറിപ്പറക്കുന്നൊരു കാഴ്ച കൂടി നമുക്ക് കാണാവേ. ഈ മലയുടെ ഇറക്കത്തിന് ഒരു കുറവുമില്ല. നല്ല രീതിക്ക് കുത്തനെയുള്ള ആ ഒരു റിങ്ങുകളാണ് ഈ ഒരു ഭാഗത്തേക്കുള്ളത്. പക്ഷേ ഇവിടെ എല്ലാം എത്ര ഉള്ളിലോട്ട് വന്നാലും ഹോം സ്റ്റേകളുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഒരു ഹോം സ്റ്റേ ആണ്. നമ്മളെ മല ഇറങ്ങി വല്ലാണ്ട് കുറച്ചധികം താഴോട്ടേക്ക് വന്നു എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ അങ്ങ് അവിടെ നിന്ന് നമ്മളുടെ ഏകദേശം നിരപ്പിന് അല്ലെങ്കിൽ താഴെ ഭാഗത്തൊക്കെ ആയിട്ട് കണ്ടിരുന്ന മലനിരകളൊക്കെ ഇപ്പോൾ നമ്മളുടെ നേരെ മേലെ തലകുത്തനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ട് അങ്ങ് അവിടെയല്ലേ ഏതെല്ലോ വില്ലേജൊക്കെ ഉണ്ട്, അവിടെ വീടുകളൊക്കെ ഉണ്ട്. അതെല്ലാം കോടമഞ്ഞിൻ്റെ ഉള്ളിൽ അങ്ങനെ പതുക്കെ മുങ്ങി പോവുകയാണ്. നമ്മളിപ്പം ഇങ്ങ് താഴെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ നമ്മളുടെ ഓറഞ്ചില്ലേ, ഓറഞ്ചിൻ്റെ മരങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓറഞ്ചാണ്, പക്ഷേ സീസണായി തുടങ്ങുന്നേ ഉള്ളത്. ഇനിയിപ്പോൾ ആയി വരണം കേട്ടോ. അങ്ങനെ നമ്മൾ സിത്തോങ്, ഇതാണെന്ന് തോന്നുന്നു കേട്ടോ സിത്തോങ് ജംഗ്ഷന്. അങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു തൂക്കുപാലമാണ്. അത് കടന്ന് ഈ റോഡ് നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ. സിക്കിമിൻ്റെ ഏതോ ഒരു ഭാഗത്തേക്ക് ആ ഒരു ഹിൽ ഏരിയ ടച്ച് ചെയ്യുന്ന രീതിയിലാണ്. എന്തായാലും നമുക്ക് ഹിൽ ഏരിയ ടച്ച് ചെയ്ത് നോക്കാം. ഇവിടെ നിന്നും ഇടത് വേണോ വലത് വേണോ? വലത്, ഇടത് റോഡില്ല.
ജീവിതത്തിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും കാണാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊന്നും അന്വേഷിച്ച് വന്നതൊന്നുമല്ല. ഞാൻ അബദ്ധത്തിൽ ഇങ്ങോട്ടേക്കൊക്കെ എത്തിച്ചേരുന്നതാണ്. ജോഗിഘട്ട് എന്നാണ് കേട്ടോ ആ ഒരു ടൗണിൻ്റെ പേര്. നമ്മളിപ്പോൾ കടന്നു വന്ന ബ്രിഡ്ജിൻ്റെ പേര് ജോഗിഘട്ട് ബ്രിഡ്ജ് എന്നാണ്. ഇവിടെ നിന്ന് ശരിക്കും ഉണ്ടല്ലോ നമ്മളുടെ സിലിഗുരി അതുപോലെ തന്നെ ഡാർജിലിംഗ് ഒക്കെ അങ്ങ് ആ മലയുടെ അങ്ങ് ആ ഒരു ഭാഗത്തേക്കാണ്. സിലിഗുരിയൊക്കെ ആ മലയുടെ അപ്പുറത്തെ സൈഡാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും താഴെ ഇറങ്ങി ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും വീണ്ടും മല കയറുകയാണ്. മറ്റൊരു കാട്ടിലേക്കാണ് വെച്ച് പിടിക്കുന്നത്. ഇവിടുത്തെ റോഡുകളിലുണ്ടല്ലോ ചുരമൊന്നും ഒരിക്കലും ഒരു ശാസ്ത്രീയമായിട്ടേ അല്ല ഉണ്ടാക്കിയേക്കുന്നത്. അതിൻ്റെ കയറ്റത്തിനൊന്നും നോർമലി ഇത്ര ഡിഗ്രി ചെരിവ് വേണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. കുത്തനെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ തോന്നുന്ന പോലെ വെട്ടിയേക്കുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും ഓടിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങ് കൊക്കയിൽ കിടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഉണ്ടല്ലോ ഒരു മഞ്ഞ ചുവപ്പ് ഇതുണ്ടോ നിങ്ങൾ, ഏതോ ഒരു പാർട്ടിയുടെ കൊടിയാണ് ഇത് കെട്ടിയിട്ടുള്ള. കുറച്ചധികം വണ്ടികളും പോകുന്ന കാഴ്ചകൾ ഞാൻ കണ്ടു. എന്തോ പാർട്ടിയുടെ സമ്മേളനം അങ്ങനെ എന്തോ സംതിങ് നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു ടൗണേ. ഇതുണ്ട് ഇങ്ങനെയുള്ള ടാറ്റ സുമ വണ്ടികളിൽ ആളുകൾ, ടാക്സികളാണ്, ആളുകൾ വന്നിട്ടാണ് ഇവിടുത്തെ ഓരോ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ബസ്സൊന്നുമില്ല കേട്ടോ, ഇതുപോലുള്ള സുമോ വണ്ടികളാണ് ഇവരുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു വണ്ടിയിൽ കണ്ടില്ല നിങ്ങൾ കൊടി, ഇവരെല്ലാം കണ്ടില്ലേ, ഇവരെല്ലാവരും എന്തോ ഒരു പാർട്ടി സമ്മേളനത്തിന് പോകുന്നവരോ അല്ലെങ്കിൽ പോയിട്ട് വരുന്നവരോ അങ്ങനെ എന്തോ ആണ്. ഇതേണ്ട കൊടി കണ്ടില്ല നിങ്ങൾ. ഇനി ഇവിടെ എങ്ങനെയാണോ പാർട്ടി സമ്മേളനം? അതെ കേട്ടോ, പല ഗ്രാമങ്ങളിൽ നിന്നും വന്ന ആളുകളുടെ വണ്ടികളാണ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തിയേക്കുന്നത്. കുറേയധികം വണ്ടികളുണ്ട്. സോ വലിയ എന്തോ ഒരു പരിപാടിയാണ് എന്ന് തോന്നുന്നേ. അയ്യോ ബ്ലോക്കായി. ഇവിടെ ഉണ്ടല്ലോ BGPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട്. അതായത് ഈ ഒരു ഗൂർഖകളുടെ അവരുടെ ഒരു പാർട്ടിയാണ്. അതിൻ്റെ ഒരു സ്ഥാപക ദിനം അതാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ബ്ലോക്ക് വന്നേക്കുന്നത്. ഇത് ഈ ഒരു വലിയ ഏരിയ ആണ്. ഇപ്പം ഡാർജിലിംഗ്, അതുപോലെ തന്നെ നമ്മളുടെ കർഷോങ്, പിന്നെ നമ്മളുടെ ഇവിടുത്തെ കാലിംപോങ്, അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും ചേർന്നിട്ട് ഗൂർഖകളായിട്ടുള്ള ആളുകൾ ഒരുപാടുള്ള ഒരു മേഖലയാണ്. അന്നേരം ഇപ്പം അവരുടെ ഒരു പാർട്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു ഗൂർഖ പാർട്ടികളെ പറ്റി. ഈ ഗൂർഖ ലാൻഡിനൊക്കെ വേണ്ടിയിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്ന ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അന്നേരം ആ ഒരു പാർട്ടിയുടെ സ്ഥാപക ദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകൾ വന്നേക്കുന്നതാണ്. വലിയ വലിയ നേതാക്കന്മാരൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയ ബ്ലോക്ക് വന്നേക്കുന്നത്. ഇവിടെ ചെറിയൊരു ടൗൺ ഉണ്ടായിരുന്നു. ആ ടൗണിൻ്റെ അവിടെ വന്നിട്ട് ശരിക്കും അങ്ങോട്ട് ലോക്കായി, അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് വന്നത് ഈ ഒരു ബ്ലോക്ക് അനുഭവിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം. ആകാശമാണെങ്കിൽ ഇരുണ്ട് മൂടുന്നുണ്ട്. എൻ്റെ പൊന്നു മഴ ഇപ്പോഴൊന്നും പെയ്തേക്കല്ല, പെയ്തിട്ടുണ്ട്, തീർന്ന്. ഇവിടങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്തെങ്കിലും ഫംഗ്ഷന്, അതുപോലെ കല്യാണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് മൊത്തം ബ്ലോക്കും. കാരണം ഇവരുടെ ഫംഗ്ഷനൊക്കെ അധികം റോഡിലാണ് ഉണ്ടാവുക. കാരണം ഈ കുന്നിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ വേറെ സ്ഥലങ്ങളൊന്നുമില്ല. അന്നേരം ഇപ്പോൾ കുറച്ച് അങ്ങനെയുള്ള ഉത്സവങ്ങൾ അതുപോലെ തന്നെ പാർട്ടി പരിപാടികളൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ റോട്ടിൽ കിടക്കേണ്ട അവസ്ഥ വരും. കാരണം മഴയില്ലാത്തതുകൊണ്ട് അത്രയും ഭാഗ്യം, എല്ലാവരും നമ്മൾ പെട്ടുപോയത്. ഇവിടെ ഉണ്ടല്ലോ കാര്യമായിട്ട് പോലീസൊന്നുമില്ല. പിന്നെ ഇവരുടെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ വണ്ടി നിയന്ത്രിക്കുന്നത്. അതിൻ്റെ അകത്തൊരു ചൊറിയുണ്ട് ആ നടുക്കിരിക്കുന്ന ചങ്ങായി. അയാൾ കുറച്ച് നേരം എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ചൂടായി, നീ ഇവിടെ നോക്കിയിട്ടാണ് കയറി വരുന്നത്. ഇത്രയും വലിയ വണ്ടികളൊക്കെ ഉണ്ട്. ഈ ഒരു ബൈക്ക് എൻ്റെതാണ് കണ്ടോ, ഈ പുള്ളിക്കാരൻ, ഇയാളെ. कालिम्पोंग कौन सा साइड है ना? കമ്പാരിറ്റീവ്ലി ഉണ്ടല്ലോ നമ്മൾ ഇപ്പം എന്താ പറയുക, ഈ മറ്റ് ഹിൽ ഏരിയകളിൽ കാണുന്നത് പോലുള്ള ആളുകളല്ല ശരിക്കും ഈ ഒരു ഗൂർഖാലാൻഡിലുള്ളത്. ഈ ഗൂർഖാസ് കുറച്ചും കൂടി അഗ്രസീവാണ്. അവർ എന്താ പറയുക, ഈ ആളുകളോട് ഇടപെടുന്ന രീതിയും അത്ര ഒരു റെസ്പെക്റ്റ്ഫുൾ അല്ല. അത് നമുക്ക് ശരിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ഈവൻ സിക്കിമിലൊക്കെ പോയിട്ട് നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അതിനങ്ങനെ ഒരു
അങ്ങനെ ഒരു കൾച്ചർ, ഒരു കാടൻ കൾച്ചറില്ല, അങ്ങനത്തെ ഒരു കൾച്ചർ രീതിയാണ്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കണം ചങ്ങായി അങ്ങനെ പറയുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഒക്കെ എങ്ങനെ ഈ തരത്തിലൊക്കെയുള്ള സ്വഭാവങ്ങളുള്ള ആളുകളെയൊക്കെ കാണുക, അവരോടൊക്കെ ഇടപഴകുക എന്നുള്ളതാണ്. ആരോടും നമ്മൾ അങ്ങോട്ട് ചൂടാകാനോ അല്ലെങ്കിൽ അങ്ങോട്ട് ദേഷ്യം പിടിക്കാനോ ഒന്നും പോകുന്നില്ല. നമ്മൾ അവർ പറയുന്നതൊക്കെ കാണുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, അത് അതുപോലെ പകർത്തുന്നു, നിങ്ങളെ കാണിച്ചു തരുന്നു. ഇത് കാണുന്ന ആൾക്കാരെ ഓരോരോ നാട്ടുകാരെ വിലയിരുത്തിക്കോട്ടെ എന്നത് മാത്രം കേട്ടോ. ഇവിടുത്തെ റോഡുകൾ പലതും ഉണ്ടല്ലോ ഇടിഞ്ഞു പോയിട്ടാണുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ സിക്കിമിൻ്റെ സൈഡിലൊക്കെ മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ എന്നൊക്കെ. ആ ഇടിഞ്ഞ ഭാഗങ്ങളൊക്കെ ഇതൊക്കെ വരും കേട്ടോ. ഇത് സിക്കിം എത്തിയിട്ടില്ല നമ്മൾ, എന്നാലും ഏകദേശം ഒരു ബോർഡർ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ വലിയ തിരക്കിൽ നിന്നൊക്കെ വീണ്ടും ഇറങ്ങി കാട് പോലത്തെ ഒരു മേഖലയിലേക്ക് വീണ്ടും കയറി. ഇവിടെ നിന്ന് ഞാനുണ്ടല്ലോ കാലിംപോങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കുറച്ചധികം ദൂരെയാണ്. മല ഇറങ്ങിയിട്ട് വീണ്ടും കയറി പോകണമെന്ന് തോന്നുന്നു. ആ ഒരു റൂട്ട് പിടിച്ചാണ് കേട്ടോ പോകുന്നത്. താഴോട്ടേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ അതിഗംഭീരമായ നിർമ്മാണങ്ങൾ, ഏതൊരു പാലത്തിൻ്റെയൊക്കെയാണ് കേട്ടോ, അതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. താഴെ ഒരു ടൗണും ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ നമ്മളുടെ സിക്കിമിനെ കണക്ട് ചെയ്യുന്ന റെയിൽവേ ലൈൻ വരുന്നുണ്ടല്ലോ, ആ ഒരു റെയിൽവേ ലൈനിൻ്റെ തൂണും അതുപോലെ തന്നെ ബ്രിഡ്ജുമാണ് കേട്ടോ. മല ഇറങ്ങിയുണ്ടല്ലോ നമ്മളിപ്പോൾ അത് നമ്മളുടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് തീസ്ത നദി ഒഴുകുന്ന രീതിയിൽ അത്രയധികം താഴേക്ക് വന്നു. തീസ്ത ഇതൊക്കെ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട സിക്കിം റൂട്ടിലെ ലാൻഡ് സ്ലൈഡ് മേഖലയാണ്. ഇവിടെയൊക്കെ കല്ലൊക്കെ വന്ന് വീഴുമ്പോഴാണ് കേട്ടോ സിക്കിമിലേക്കുള്ള റോഡുകളൊക്കെ ക്ലോസ് ആവുന്നത്. അതിൻ്റെ ഒരു മെയിൻ പോർഷൻ ഈ കഴിഞ്ഞ മഴയിൽ ഇടിഞ്ഞ് വീണ് തകർന്ന് വീണ്ടും ക്ലിയർ ചെയ്ത ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ മഴ കുറഞ്ഞു എന്ന് തോന്നുന്നു. ശരിക്കും ഈ ഒരു മാസം സെപ്റ്റംബർ മാസത്തോടു കൂടി മഴ നിൽക്കേണ്ടതാണ്. ഒക്ടോബർ നവംബർ മുതൽ പിന്നെ പതുക്കെ ആ ഒരു തണുപ്പ് കാലത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആവേണ്ടതാണ് കേട്ടോ. ആയാൽ മതിയായിരുന്നു. നമ്മൾ വരുമ്പോൾ പിന്നെ വേണ്ടാത്ത പരിപാടി വീണ്ടും തുടങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. തീസ്ത നദിയെ ഉണ്ടല്ലോ ഇനി നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പുതിയ പാലമാണ് ഉണ്ടല്ലോ. ഇതിന് മുമ്പായിട്ട് ഇത് അങ്ങ് ദൂരെയായിട്ട് നിങ്ങൾ കണ്ടോ, ഇത് അവിടെ ഒരു തൂണ് മാത്രമുള്ള ആ ഒരു പാലമായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു പാലമൊക്കെ വലിയൊരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയതിന് ശേഷം പുതിയൊരു പാലം പണിതതാണ്. അതുകൂടാതെ ഇവിടെ നമുക്ക് കാണാം വലിയ തുരങ്കം. അത് നേരെ നമ്മളുടെ സിക്കിമിനെ കണക്ട് ചെയ്തിട്ടുള്ള റെയിൽവേ ലൈനില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള റെയിൽവേ പാളം പോകാൻ വേണ്ടിയിട്ടുള്ള തുരങ്കമാണ് കേട്ടോ. അതിൻ്റെ തൂണ് തീസ്ത നദിയുടെ ഒറ്റ നടുക്കായിട്ട് ഇവിടെ ഒരെണ്ണം നമുക്ക് കാണാം. പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നു അതിഗംഭീരമായിട്ട്. നദിയുടെ മറുകരയിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് തീസ്ത നദി എടുത്ത ബിൽഡിങ്ങുകളൊക്കെ കാണാം കേട്ടോ. അതുകൊണ്ടോ അതെല്ലാം നദിയോട് ചേർന്ന് തീരത്ത് പണിതാണ്. പിന്നീടുണ്ടായിരുന്ന കഴിഞ്ഞ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലായിരുന്നു, ആ ഒരു വെള്ളപ്പൊക്കത്തിൽ കൊണ്ടുപോയതാണ്. അതിനുശേഷം ഇതിനെ തീരത്ത് പണിയാനായിട്ട് അധികം ധൈര്യം കാണിക്കുന്നില്ല. കാരണം തീസ്ത ഏത് നിമിഷവും സ്വഭാവം മാറുന്ന ആ ഒരു രീതിയിലുള്ളൊരു നദിയാണ് കേട്ടോ. ശരിക്കും നല്ല നീല കളറിലായിരിക്കും ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴുകുക. അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ ടൈമിലൊക്കെ. ഇപ്പം നോക്കി നിങ്ങൾ കലങ്ങി മറിഞ്ഞ് നമ്മളെ സിക്കിമിൻ്റെ ഒരു റൂട്ടിലേക്ക് വന്നെങ്കിലും ഞാൻ ഒരിക്കലും വീണ്ടും തിരിച്ച് സിക്കിമിലോട്ട് പോവുമല്ല. ഇതുണ്ട കാലിംപോങ്, വെൽക്കം ടു കാലിംപോങ് എന്ന് പറയുന്ന ഇതൊരു മറ്റൊരു മല മേഖലയാണ്. നമ്മുടെ കർസിയോങ് ഒക്കെ പോലെ തന്നെയുള്ള മറ്റൊരു വെസ്റ്റ് ബംഗാളിൻ്റെ ഹിൽ ഏരിയയിലുള്ള ഒരു പട്ടണമാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു കാലിംപോങ്ങിലോട്ട് ജസ്റ്റ് ഒന്ന് കയറാം. വെൽക്കം ടു കാലിംപോങ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗൂർഖാലാൻഡ് ടെറിട്ടറി. ഹായ് നല്ല ചിരി. ഓക്കെ, ഇനി ഇപ്പം നമുക്ക് കാലിംപോങ്ങിൻ്റെ മലനിരകൾ, ഗൂർഖ മലനിരകളുടെ കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു ആർമി ക്യാമ്പൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമേ തുടക്കത്തിൽ ചെറിയൊരു കാട് പോലത്തെ ഒരു മേഖലയിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ നിങ്ങളെ അധികം ഒരു കാണിച്ചു തരാത്തൊരു ഭാഗമാണ് ഈ ഒരു സിക്കിമിൻ്റെയും വെസ്റ്റ് ബംഗാളിൻ്റെയും ഈ ഒരു കിഴക്കൻ മലനിരകൾ ഭാഗങ്ങൾ. എന്തായാലും ഇവിടം വരെ വന്നു, ഇനിയിപ്പോൾ റിട്ടേൺ പോകുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം കൂടി കവർ ചെയ്ത് അങ്ങ് തീർത്തിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. കൂടാതെ എനിക്കും ഒരു പുതിയ അനുഭവം ആകുമല്ലോ. ഞാൻ ഇതിന് മുമ്പ് കാലിംപോങ് വരെ വന്നിട്ടുണ്ട്. അതൊരു എത്ര വർഷം മുമ്പാണ്, 2020 കേട്ടോ. 2020 അവസാനത്തോടെ വന്നതാണ്. അതിനുശേഷം ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടില്ല. അപ്പം നമുക്ക് ഒരുമിച്ചൊന്ന് മല കയറി നോക്കാം എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ ഇപ്പോഴത്തെ എന്നൊക്കെ ഉള്ളത്. നല്ല ഒന്നാന്തരം നൈസ് കാടാണ് കേട്ടോ, നിബിഡ വനം. ഇവിടെ ഒരു കാഴ്ച കണ്ട നിങ്ങൾ, കോവിഡ് സ്ക്രീനിങ് സെൻറ്റർ. ഞങ്ങൾ അന്ന് ആ ഒരു സമയത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെയൊക്കെ വൻ ക്യൂവും അതുപോലെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നേ. ഇന്ന് ആർക്കും വേണ്ടാതെ അനാഥ പ്രേതം കണക്കെ ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. കോവിഡേ ആ ഒരു സമയത്ത് തന്നെ വന്ന് കണ്ടതാണ് കാലിംപോങ്ങിനെ. മല കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ആദ്യം കഴിക്കേണ്ട ഒരു സാധനമുണ്ട്, മൊമോ. ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് മൊമോ കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ റോഡ് സൈഡിലൊരു മൊമോയുടെ ഷോപ്പ് കണ്ടേ. അപ്പോൾ മൊമോ ഷോപ്പിൽ കയറി ഒരു മൊമോ കഴിക്കാം നമുക്ക്.
നമ്മുടെ മുമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇതാ ഇവിടെ നിന്ന് ആക്കിയിട്ട് ചൂടാക്കിയിട്ടാണ് കേട്ടോ തരിക. അപ്പോൾ അത് ഇങ്ങനെ ചൂടാക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ടല്ലോ ഇതാ ഈ ഒരു സ്ഥലത്ത് പച്ചക്കറികൾ ഫ്രഷ്, നിങ്ങൾക്കറിയില്ല ഈ ഒരു ഭാഗത്ത് മരുന്നടിക്കാത്ത പച്ചക്കറികളാണ് ഇവരുണ്ടാക്കുക. അതുകൂടാതെ ഈ അവക്കാടേനാ, ഓ നോക്കി അവക്കാട, നീണ്ട അവക്കാട കേട്ടോ, നല്ല വലിയ അവക്കാട ഉണ്ട് ഇവിടെ. അതുകൂടാതെ നമ്മളുടെ പേരക്ക സാധനങ്ങളൊക്കെ എല്ലാം ഏകദം ഫ്രഷ്, നല്ല രസമുണ്ട്. ഇത് പ്രധാനമായിട്ടും ഈ വഴിയാത്രക്കാരെ ഉദ്ദേശിച്ചുള്ളതാണ്. ഈ ഒരു മൊമോ കടയുടെ തൊട്ടിപ്പുറമായിട്ട് ഇവർ വെച്ചേക്കുന്ന ഈ ഒരു പ്ലാന്റും നേഴ്സറി പ്ലസ് മൊമോ പ്ലസ് ചായ് സബ് ഏനാ ചോട്ടാ ദുക്കാനെ ബട്ട് സബ് മിലേഗ. ഇവർ രണ്ടുപേരും നടത്തുന്ന ഒരു കടയാണ് കേട്ടോ ഇത്. നമ്മളെ ഇപ്പോൾ കറങ്ങി കയറി വന്ന ആ ഒരു റോഡിൻ്റെ ഭാഗങ്ങളാണ്. അവിടെ ആ ഒരു വളവ് കാണുന്നുണ്ട്, നിങ്ങൾ ഉണ്ടായാലും വണ്ടി ഇറങ്ങി പോകുന്നുണ്ടല്ലേ. അവിടെ നിന്ന് ഈ ഒരു കാട് വഴി തന്നെയാണ് നമ്മൾ കയറി ഇതാ ഇവിടേക്ക് എത്തിയത്. മൊമോയും ചായയും ഫിനിഷായി, 65 രൂപ. ബൈ 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 ബൈ, ഫിർ മിലേംഗെ. ഓക്കെ. ഇനിയുണ്ടല്ലോ വെറും ഒരു 5 കിലോമീറ്റർ കൂടി നമ്മളിങ്ങനെ വലിഞ്ഞ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിമ്പോങ്ങിലേക്ക് എത്തിച്ചേരും. അവിടെ അങ്ങ് ദൂരെ ആ ഒരു മലമുകളിൽ മേഘങ്ങൾക്കും കൂടെ ഒരു സിറ്റി നിൽക്കുന്നത് കണ്ടോ, അതാണ് നമ്മളുടെ കാലിമ്പോങ് ടൗണ് കേട്ടോ. ഇതാണ് കേട്ടോ കാലിമ്പോങ്ങിൻ്റെ പ്രധാന ജംഗ്ഷന്. നല്ല ബ്ലോക്കുണ്ട്. ടൗണിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സിറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മല കയറുകയാണ്. ആ ഒരു വഴി തപ്പി വന്നുണ്ടല്ലോ ഞാൻ മിലിറ്ററി ക്യാമ്പിൻ്റെ അങ്ങടാണ് എത്തിയത്. ഇനി മുമ്പോട്ട് പോയാൽ ശരിയാവില്ല. ക്യാമ്പിൻ്റെ താഴെ കൂടിയേ ഒരു ചെറിയൊരു വഴി വേറെ ഒന്ന് പോകുന്ന കണ്ടു. ജസ്റ്റ് ഞാൻ ആ ഒരു വഴിയിലോട്ട് അങ്ങോട്ട് കയറി. അത് നേരെ ഒരു പൈൻ കാട്ടിലോട്ടാണ് കേട്ടോ വന്നു ചേരുന്നത്. ഹായ്, ഹോം സ്റ്റേ ഒക്കെ പണിയാൻ പറ്റിയ സ്ഥലം. എന്നാ വ്യൂ, എന്നാ സ്ഥലം, അത് കിട്ടില്ല പോലത്തെ പ്ലേസ്. പക്ഷെ ദൈവം സഹായിച്ചു, ഒരു ഹോം സ്റ്റേ പോലും ഇല്ല. ഇതാണ് നമ്മളുടെ കാലിമ്പോങ്ങിലെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക. താഴെ മൊത്തം കാലിമ്പോങ്ങിൻ്റെ ഭാഗങ്ങളാണ്. അവിടെയൊക്കെ ഏതൊക്കെയോ ടൗണുകളുണ്ട്. നമുക്ക് ഈ ഒരു റൂം 600 രൂപയാണ് പെർ ഡേന് റെൻറ്റ് വരുന്നത്. ചെറിയൊരു കുട്ടി റൂമാണ് ഈ ഒരു റൂം. പിന്നെ ചെറിയൊരു ബാത്റൂം, ഇത്രയേ ഉള്ളൂ. ഒരാൾക്ക് കഷ്ടിച്ച് തടിയുള്ള ആൾക്കാണെങ്കിൽ ഇരിക്കാൻ പോലും പറ്റത്തില്ല. എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എനിക്കിതെന്തായാലും മതി. ഞാൻ പറഞ്ഞു നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതുണ്ടെങ്കിൽ ഫുള്ള് കോട കയറി മൂടി. ഞാൻ ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഇവിടുത്തെ ചുറ്റുവട്ടങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാനും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് പോലുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങാനും. ഇവിടെ ശരിക്കും ഉണ്ടല്ലോ ഹോം സ്റ്റേകളല്ല, ഹൗസിംഗ് ലൈനുകളാണ്. അപ്പോൾ അതിന് സൈഡിലുള്ള ഒരു വീടിൻ്റെ മേൽഭാഗം ആ ചേട്ടൻ കണ്ടോ, പുള്ളിക്കാരനാണ്. പുള്ളിയുടെ ഹോം സ്റ്റേ ആണ്. പുള്ളി എന്നിപ്പോൾ ഹോം സ്റ്റേ ആയിട്ട് മാറ്റിയതാണ്. എന്തെങ്കിലും സാധനമൊക്കെ വേണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട്. കുറച്ചും കൂടി മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ ഈ ഹോട്ടൽ പോലുള്ള സംവിധാനങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. വേറെയും ചെറിയ ഷോപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഒരു കുട്ടി ടൗണാണ് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഉള്ളത്. നമ്മൾ ആ ഒരു കാലിമ്പോങ് ടൗണിൽ നിന്ന് വിട്ടു. ആ ഒരു ടൗണിൻ്റെ തിരക്കൊന്നുമില്ല, എന്നാൽ അതിനോട് ചേർന്നിട്ടാണോ അതിനോട് ചേർന്നിട്ടുമാണ് അങ്ങനെ ഒരു സ്ഥലമേ. അവിടെ നിന്ന് ഒരു 1.5-2 കിലോമീറ്റർ നടന്നപ്പോഴത്തേക്കും അടുത്ത വേറൊരു ടൗണിലെത്തി. ആകാശം മൂടി ചെറുതായിട്ട് മഴത്തുള്ളികൾ പോലെ ഇങ്ങനെ പൊഴിയുന്നുണ്ട്. ഞാൻ നേരെ റിസ്ക് എടുക്കുന്നില്ല, തിരിച്ച് നടക്കാടെ. എനിക്കുണ്ടല്ലോ രാത്രി ആയപ്പോഴത്തേക്കും ആ ഒരു ബയ്യ റൊട്ടിയും അതുപോലെ തന്നെ കറിയും കൊണ്ടുവന്ന് തന്നു കേട്ടോ. ഇത് കോംപ്ലിമെൻ്ററി ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും അത് കൊള്ളാം. പിറ്റേന്ന് രാവിലെ 7 മണി ആയപ്പോഴത്തേക്കും തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും ചായയും കൂടി ആ ബയ്യ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അതും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയ പാടിയുണ്ടല്ലോ, ഇത് കണ്ടെങ്കിൽ ഫുള്ള് മൂടൽമഞ്ഞാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു മലനിരകളൊന്നും കാണാത്ത രീതിയിൽ മൂടൽമഞ്ഞ് കയറി. ഇതൊരു തണുപ്പ് കാലമൊന്നും അല്ല ഇവിടെ, എങ്കിലും അത്യാവശ്യം പുലർച്ചെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. അത് താഴെ മഴ പെയ്യുമ്പോഴാണ് മേലെ ഇതുപോലെ മൂടൽമഞ്ഞ് കയറുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ഗ്രാമം എന്ന് പറയുന്നത്. ഈ ഒരു മലനിരയുടെ ഒരു തട്ടിലായിട്ട് ഈ കാണുന്നത് ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ. രാവിലെ ആയപ്പോഴത്തേക്കും അവിടെ കുട്ടികളൊക്കെ വരുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ നിന്നു. അപ്പോഴത്തേക്കും പതുക്കെ ആ ഒരു
മേഘങ്ങളൊക്കെ മാറി ക്ലിയർ ആയി തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിൽ അസംബ്ലി നടക്കുകയാണ് കേട്ടോ. ആദ്യമേ വന്നപാടെ പിള്ളേർ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. അതിന് ശേഷമാണ് അസംബ്ലി ഇവിടെ നടക്കാൻ പോകുന്നത്. കുറച്ച് നേരം ഞാൻ ആ ഒരു അസംബ്ലിയും പിള്ളേരുടെ ആ ഒരു പെരുമാറ്റങ്ങളൊക്കെ നോക്കി നിന്നു. നൊസ്റ്റാൾജിയ. ഓക്കെ ഭയ്യ, ബൈ ബൈ. നമ്മുടെ ഭയ്യാജി ഇതാണ് കേട്ടോ ഇവരുടെ ഹോം സ്റ്റേ. ഹോം സ്റ്റേയുടെ നമ്പർ ഇവിടെയുണ്ട്. ഇവിടെ വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. കാരണം ആ ഒരു കാലിമ്പോങ്ങിട്ട് ടൗണിൽ നിന്നൊക്കെ വിട്ടിട്ട് കുറച്ചും കൂടി ഉള്ളിൽ വന്നിട്ട് നമുക്ക് താമസിക്കാം. ഓക്കെ ഭയ്യ, ഫിർ മിലേങ്കെ. ഓക്കെ, ഓ ഫിർ ആയേഗ. ഞാൻ ഇവിടെ നിന്ന് വീണ്ടും ഈ ഒരു ടൗണിൽ നിന്ന് വിട്ടിട്ട് വീണ്ടും നമുക്ക് ഭൂട്ടാൻ്റെയൊക്കെ ആ ഒരു ബോർഡർ സൈഡിലേക്ക് മല കയറി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഞാൻ സിറ്റിയിലോട്ട് വീണ്ടും ഇറങ്ങുന്നില്ല. അപ്പോൾ വാ, നമുക്ക് ഇന്ന് അത്യാവശ്യം കുറച്ച് ക്ലിയർ വെതറാണ്. കണ്ടില്ല നിങ്ങൾ? നമുക്ക് ആ ഒരു നല്ല വെതറുള്ള സമയത്ത് നല്ല കാഴ്ചകൾ കണ്ട് മുമ്പോട്ടേക്ക് പോവാം. നമ്മളിവിടെ നിന്ന് പോകുന്നതേ പെദോങ്, PEDONG, പെദോങ് എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട്. അടുത്ത ടൗൺ അതാണ്. അപ്പം ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കിയാണ്. പക്ഷെ ആ ഒരു സ്ഥലത്തേക്കല്ല, ആ ഒരു റൂട്ട്, എനിക്ക് ആ ഒരു റൂട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ. അതിനാദ്യം നമുക്കുണ്ടല്ലോ തിരിച്ച് കാലിമ്പോങ്ങിലേക്ക് തന്നെ വരണം. ഇപ്പം നമുക്ക് മിലിറ്ററി വണ്ടികൾ കണ്ട് നിങ്ങൾ വരുന്നത് കാണാം. ഇവിടെയായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് ഡെഡ് എൻഡായി നിന്ന ആ ഒരു സ്ഥലമില്ലേ, ആ ഒരു ഭാഗത്ത് ക്യാമ്പുണ്ട്. അതുകൂടാതെ നിങ്ങൾക്കറിയാലോ ഇതൊരു രാജ്യാതിർത്തിയാണ്. അതായത് നമ്മളുടെ ഭൂട്ടാൻ നമ്മളുടെ സ്വന്തം പോലെയാണെങ്കിലും തൊട്ടപ്പുറം മേലെയായിട്ട് ചൈന കൂടിയുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇവിടെ എന്താ പറയുക, മിലിറ്ററിയുടെ ആ ഒരു സുരക്ഷ അതിശക്തമാണ് കേട്ടോ. കുത്തനെയുള്ള കയറ്റിറക്കങ്ങളിൽ സ്ഥാപിച്ചേക്കുന്ന ബിൽഡിങ്ങുകളൊക്കെയുള്ള നമ്മളുടെ ശരിക്കും ഡാർജിലിംഗ് ഒക്കെ പോയ ആളുകൾക്കറിയാം അതേപോലെ രീതിയിലുള്ള ഒരു ടൗൺ തന്നെയാണ് നമ്മളുടെ കാലിമ്പോങ് എന്ന് പറയുന്നത്. ഇത് പക്ഷേ വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. നമ്മുടെ ഡാർജിലിംഗും വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ്. നല്ല രീതിയിൽ ട്രാഫിക്കുള്ള ഒരു ടൗണാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടൗണിലോട്ട് വീണ്ടും തിരിച്ചിറങ്ങാണ്ടിരുന്നത്. വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ബ്ലോക്കിൽ നിന്ന് നമ്മളുടെ ആ ദിവസം അങ്ങ് പോകും. ഇപ്പം എന്തായാലും പിന്നെ നമുക്കിവിടെ വരാണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ. അതുകൊണ്ടാണ് ഇവിടുത്തെ വഴികളൊക്കെ ഉണ്ടല്ലോ ചെറുതാണ്, കൺജസ്റ്റഡാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്ലോക്ക് ആകുന്നത്. അപ്പം ഞാൻ ഈ ഒരു പോലീസ് ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ ആ ഒരു വഴിയാണ് കയറിക്കൊണ്ടത്. ശരിക്കും ഇവിടെ ഇങ്ങോട്ടേക്കായിരുന്നു, പക്ഷേ ഇതിപ്പോൾ വൺ വേ ആണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴിയും അതുപോലെ തന്നെ എക്സാക്റ്റ് വഴികളും തമ്മിൽ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. കണ്ടോ? അത് പിന്നെ ബ്ലോക്കൊക്കെ അനുസരിച്ച് ഇവരങ്ങനെ മാറ്റിവിടും. അതുകൊണ്ട് തന്നെ ഗൂഗിളിനെ മാത്രം നോക്കി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തില്ല. അപ്പം ഇതുപോലുള്ള ജംഗ്ഷനിൽ വരുമ്പോൾ ആളുകളോട് ചോദിക്കണം, പ്രത്യേകിച്ച് വണ്ടിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ കേട്ടോ. ടൗണിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും കണ്ട നിങ്ങൾ ശരിക്കും ഒരു ബുദ്ധിസ്റ്റ് കൾച്ചറുള്ള ഭാഗങ്ങളിലേക്ക് മാറി. ആ വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടും ആ ഒരു രീതിയിലല്ലേ. അതുകൂടാതെ ഇവിടെ ഉണ്ടല്ലോ അവിടെ ഒരു ഭൂട്ടാൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട്, പണ്ട് ഭൂട്ടാനിലെ രാജാക്കന്മാരൊക്കെ പണ്ടെല്ലാം ഒന്നായിരുന്നല്ലോ. ആ ഒരു സമയത്ത് വന്ന് താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു കൊട്ടാരം പോലത്തെ ഇതൊക്കെയുണ്ട്. പക്ഷേ ഇപ്പം അങ്ങോട്ടേക്ക് നമ്മളെ കയറ്റില്ല, അവിടെ മിലിറ്ററി പ്രൊട്ടക്ഷനാണ്. വീണ്ടും നമ്മൾ ചെറിയൊരു കാട് പോലത്തെ, ഇവിടെ അങ്ങനെ കാട് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ചെറിയ പോർഷണൽ കാട്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗ്രാമം വരും. അങ്ങനെ ഒരു മേഖലയിലേക്കാണ് കയറിയിട്ടുള്ളത്. ഉണ്ടോ ഗ്രാമം, കാട് കഴിഞ്ഞ് ഗ്രാമമായി. നമ്മളെ വീണ്ടും മുമ്പോട്ടേക്ക് വന്നപ്പോഴേ ഇവിടെ ഒരു ബോർഡ് കണ്ടിട്ട് ജസ്റ്റ് ഞാനൊന്ന് നിർത്തിയതാണേ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു വെള്ളച്ചാട്ടം, ഒരു ഹോം സ്റ്റേ ആണ്, അവരുടെ പരസ്യമായിരുന്നു. ഞാൻ വിചാരിച്ചത് വലിയ വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ എന്നുള്ളത്. പിന്നെ ഒരു വുഡൻ ബ്രിഡ്ജിൻ്റെയൊക്കെ ഒരു പടം കാണുന്നുണ്ട്. അത് നേരെ ഇതാ ഇവിടെ നീ കാണുന്ന വില്ലേജിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വഴിയിലാണ് കാണിക്കുന്നത്. പോയി നോക്കണം നമുക്കത്. വെള്ളച്ചാട്ടത്തിൻ്റെ വലിപ്പേ എന്നെ അങ്ങോട്ട് ആകർഷിച്ചില്ല. അതുകൊണ്ട് അത് വിട്ടിട്ട് അടുത്തത് പിടിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും മുമ്പോട്ടേക്ക്. ഈ ഒരു റൂട്ടിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാമോ? നമ്മൾ കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള ചെറിയ ഫോറസ്റ്റ് ഏരിയകൾ വരും എന്നുള്ളതാണ്. കാടെപ്പോഴും നമുക്കൊരു ഫ്രഷ്നെസ് തരുന്ന സ്ഥലമല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മലയിൽ പാറ വെട്ടി സൈഡിലൂടെ ഉണ്ടാക്കിയേക്കുന്ന റോഡാണ്. ശരിക്കും അതിലേക്ക് മൂടൽമഞ്ഞ് ഇങ്ങനെ പതുക്കെ അങ്ങ് ദൂരെ നിന്നേ മൂടി വരുന്ന കാഴ്ച കണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ഇവിടെ നിന്ന് താഴോട്ടേക്കുള്ള കാഴ്ചയും ഇങ്ങനെയാണ് കേട്ടോ. വാലികളാണ്. പിന്നെ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ വിചാരിക്കും മല കാണുമ്പോൾ എല്ലാം കാടായിരിക്കും എന്നല്ലാതെ അവിടെ ഒരു ഗ്രാമമുണ്ട്, ഇവിടെ ഒരു ഗ്രാമമുണ്ട്. അതുകൂടാതെ ഉണ്ട് ഓരോ മലയുടെ ഓരോ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പല ഏരിയയിലുണ്ട്. അത് അങ്ങ് ദൂരമായിട്ട് അവിടെയൊക്കെ ഒരു ഗ്രാമം കാണാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ടേക്കൊക്കെ ഉണ്ടല്ലോ പല സ്ഥലത്തേക്കും റോഡ് കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു കാര്യമേ. എന്തായാലും കൊള്ളാമല്ലേ, നല്ല സുന്ദരമായിട്ടുള്ള മേഖല. ഇതൊക്കെ അങ്ങനെയുള്ള ഓരോ ഗ്രാമത്തിലേക്ക് പോകുന്ന നാട്ടുകാരായിട്ടുള്ള ആളുകൾ പോകുന്ന വണ്ടിയാണ്, സാധനങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ചെറിയൊരു കടയുണ്ട്, അവിടെ ഒരു മൊമോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു കോഫി എന്തെങ്കിലും കുടിക്കാമല്ലോ. ഇവിടെയൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഇതാണ് കേട്ടോ. ഇങ്ങനെ നല്ല നല്ല സ്പോട്ടുകളിൽ ചെറിയ കോഫി ഷോപ്പും മൊമോ ഷോപ്പും ചെറിയ ഹോം സ്റ്റേകളും ഒക്കെ ഉണ്ടാവും. നമസ്തേ ദീദി. മൊമോയെ नहीं ये सिर्फ चाय. ആ ചായ ചെയ്തോന്നാ, ചായ കുടിക്കാം അല്ലേ.
ശരിക്കും ഈ ഒരു ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ ഈ ഒരു വ്യൂ തന്നെയാണ്. ആ വ്യൂ കണ്ടിട്ട് നമുക്ക് നല്ല ചൂട് ചായ കുടിക്കാം എന്നുള്ളതാണ്. ഇവിടെ നിൽക്കുമ്പോണ്ടല്ലോ അങ്ങ് താഴെയായിട്ട് ഒരു ഗ്രൗണ്ട് പോലെ പച്ചപ്പ് നല്ല രീതിയിൽ കാണുന്നുണ്ട് നിങ്ങൾ. അത് ശരിക്കും കൃഷിയിടമാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ മുള്ളങ്കി ഇല്ലേ, മുള്ളങ്കി തന്നെ ആയിരിക്കണം ആ നട്ടേക്കുന്നതെന്ന്. നമ്മൾ മുമ്പ് അവിടെയെല്ലാം കണ്ടില്ല ആ ഒരു രീതിയിലുള്ളത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, നമ്മൾ രാവിലെ ഇറങ്ങുമ്പോഴുള്ള ആ ഒരു ക്ലിയർ ഇല്ലാണ്ടായിട്ടുണ്ട്. പതുക്കെ മേഘങ്ങൾ ഇത് ഇങ്ങോട്ടേക്ക് കയറി തുടങ്ങി. അവിടെ ഒരു ഗ്രാമത്തിൻ്റെ മേലെ കൂടിയൊക്കെ മേഘങ്ങൾ പറക്കുന്നുണ്ട്. ഞങ്ങൾ മേഘത്തിനും മീതെയാണ് നമ്മളുള്ളത്. നിങ്ങളെ പിന്നെ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ശ്രദ്ധിച്ചോ? നമ്മളെ അന്ന് തവാങ്ങിൽ ഞാൻ സുർജിത്തേട്ടനൊക്കെ കൂടിയിട്ട് ആ 24 ന്യൂസിൻ്റെ ആ പരിപാടിയിലായിരുന്നു. അന്ന് പോയ സമയത്ത് എനിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങി തന്ന ഡ്രസ്സാണ്. വീണ്ടും അതിലോട്ടൊക്കെ കയറി. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സ്ഥലം വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ അണ്ടറിലാണെങ്കിലും നിങ്ങൾക്കറിയാലോ ഈ ഒരു ഭാഗം ഗൂർഖ ആ ഒരു ഇതിൽപ്പെട്ട ആളുകൾ കൂടുതലുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയനെ ഗൂർഖ ലാൻഡ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ ഭാഷ, സംസ്കാരം, എല്ലാം ഭക്ഷണ രീതികളൊക്കെയും താഴത്തെ ബംഗാളുമായിട്ടോ അവരുമായിട്ടൊന്നും യാതൊരു സാമ്യമില്ല. ആളുകളുടെ മുഖം വരെ ഒരു സാമ്യമില്ല. അതുകൊണ്ടാണ് ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഇവർക്കൊരു സംസ്ഥാനം വേണമെന്ന് ആദ്യമേ വാദിച്ചത്. അതിനുശേഷം സംസ്ഥാനമാക്കിയില്ലെങ്കിലും ഇതൊരു സ്വയംഭരണ പ്രദേശം പോലെ ആണ് കേട്ടോ ഇതുള്ളത്. ഇവർക്ക് ഇവരുടേതായ ഒരു നേതൃത്വമൊക്കെ ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ അണ്ടറിലാണ് ഈ ഒരു സ്ഥലം. ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞു നിൽക്കേണ്ടതാ, നോക്കിയേ പതുക്കെ ആകാശം നല്ല രീതിക്ക് മൂടി തുടങ്ങിയിട്ടുണ്ട്. ബാ നമുക്ക് പോവാം. ഇപ്പോഴേ പതുക്കെ നല്ല തണുപ്പ് അങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ, എൻ്റെ കയ്യിൽ ജാക്കറ്റില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജാക്കറ്റ് ഞാൻ അന്ന് നമ്മൾ നേപ്പാളിൽ പോയതിന് ശേഷം ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് അത് വീട്ടിലിരിപ്പുണ്ട്. പിന്നെ എനിക്കെന്തായാലും സിലിഗുരി ഇറങ്ങിയിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ തീർത്തിട്ട് വീണ്ടും കയറാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ഡീക്കാത്ലോണിൽ പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ ഒന്ന് ഡീക്കാത്ലോണിൽ പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സഞ്ജീവ് ബ്രോയ്ക്ക് ചെറിയൊരു സാധനം വാങ്ങാനായിട്ട് ഞാൻ കയറിയതാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, യൂസ് ചെയ്യാൻ പറ്റാത്തത് ഒക്കെ മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നത് ഒരെണ്ണം നോക്കി അങ്ങനെ ഒരു ലിസ്റ്റാക്കിയിട്ട് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി അല്ല നമ്മൾ പ്ലാൻ മാറ്റിയത്. അതുകൊണ്ട് തന്നെ ജാക്കറ്റ്, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള പ്രത്യേകിച്ച് ഒരു സാധനങ്ങളും ഇല്ലാതെയാണ് ഞാൻ ഈ തണുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ചധികം ബനിയനുണ്ട്, അത് വെച്ച് നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നല്ല വൃത്തിയിൽ പുല്ലൊക്കെ നട്ട് വളർത്തിയേക്കുന്ന ഒരു മലമേഖല കണ്ടോ? ഇത് ശരിക്കും മിലിറ്ററിയുടെ ഭാഗമാണ് കേട്ടോ, എൻജിനീയറിംഗ് വിങ്ങിൻ്റെത്. ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വരുമ്പോഴേ ഇവിടെ മിലിറ്ററീൻ്റെ ഒരുപാട് ക്യാമ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു TCP ഉണ്ട്. അവിടെ നമുക്ക് മൊമോ കിട്ടിയില്ലെങ്കിലും ദാ ഇവിടെ ഈ കാണുന്ന ഷോപ്പിൽ മൊമയുണ്ടെന്ന് പറഞ്ഞു. പോർക്ക് മൊമയാണ്. പിന്നെ ഇവിടെ എന്തുണ്ടെങ്കിൽ ഇതെല്ലാം താമസിക്കാനുള്ള ഹോട്ടൽസാണ്. അതുകൂടാതെ ഇതാ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ളൊരു എന്തായാലും അതിൻ്റെ പേര് നോക്കി നിങ്ങൾ, അതാണ് പേര്. അതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. നല്ല രസമല്ലേ, ശരിക്കും ഭയങ്കര ഭംഗിയിലാണ് കേട്ടോ ഇവിടെ ഇവർ വീടുകളൊക്കെ പണിയുവാണെങ്കിൽ ഹോം സ്റ്റേക്ക് വേണ്ടിയൊക്കെ ഒരുക്കി വെച്ചേക്കുന്നത്. ഇതുണ്ടല്ലോ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്. അതുകൂടാതെ ഇവരുടെ റെഗുലറായിട്ട് വേണ്ട സാധനങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് കിടക്കുന്നുണ്ടോ, ഉള്ളി, അതിൻ്റെ ഉള്ളിൽ ഇതാ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം. ഇത് ഇവരുടെ വീടും കൂടിയാണെന്ന് തോന്നുന്നേ. കുഞ്ഞി ഷോപ്പാണെങ്കിലും നല്ല വൃത്തിയുള്ള ഷോപ്പാണ് കേട്ടോ. ഇവിടെയാണ് ഇവരുടെ അടുക്കളയുള്ളത്. കിച്ചൺ കണ്ടോ, ഈ ഒരു ഭാഗത്താണ് കിച്ചൺ ഉള്ളത്. ഈ ദീദിയുടെയാണ് ഷോപ്പ്. നമസ്തേ ദീദി, कैसे हैं आप? ठीक है. अभी इधर बारिश का मौसम चल रहा है क्या? बारिश भी हो रहा है, हाँ, गर्मी भी है, हाँ सब है. अच्छा. എന്തായാലും ഇവിടെ കഴിഞ്ഞ കുറച്ച് ഞാൻ കയറിയതിന് ശേഷം ഒരാഴ്ചയായിട്ട് ഇവിടെ മഴ തുടങ്ങിയിട്ടില്ല കേട്ടോ, മഴ പെയ്യുന്നില്ല. കിച്ചണിൽ എനിക്ക് വേണ്ട സാധനങ്ങൾ ഇതാ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു മൊമോ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇവർ പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടല്ലോ വിറകടുപ്പില, കണ്ടില്ലേ നിങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുമേ. പിന്നെ ഞാൻ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദീദി എന്നോട് ഇങ്ങോട്ട്, ഈ ദീദിയുടെ കേട്ടോ ഹോട്ടലെ, അതിപ്പോൾ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ये होम स्टे है ना? मैं देखा बहुत सुंदर है वो देखने के लिए. अभी क्या वो क्लीनिंग चल रही है क्या? हाँ साफ कर रहे हैं. आज थोड़ा क्लियर हो गया ना वेदर, धूप आ गया. अच्छा. अभी सीजन चल रही है क्या? सीजन कौन सा महीने पे है? अभी लास्ट से शुरू हो गया. ये महीना लास्ट पे. हाँ. ഈ മാസം അവസാനത്തോടെ സീസൺ തുടങ്ങും. അന്നേരപ്പോഴത്തേക്കും ഇവർക്ക് ആളുകളൊക്കെ വരും. ഇതുണ്ട്, ये बहुत सुंदर है. आपका ये फूल भी है ना? वो भी देखने के लिए बहुत अच्छा है. ഫുള്ള് പൂക്കളൊക്കെ നിറച്ച്
ഇത് ശരിക്കും സീസൺ ആയി വരുന്നുള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് പൂക്കാലമാണല്ലോ. ആ ഒരു സമയത്താണ് താഴെ ഇനിയിപ്പോൾ ഈ ഒരു ദുർഗാപൂജയ്ക്കൊക്കെ ശേഷം വെസ്റ്റ് ബംഗാൾ ആ ഒരു സൈഡിൽ നിന്നൊക്കെ ആളുകൾ മേലോട്ടേക്ക് കയറി വരിക. അന്നേരം ഇപ്പോൾ അവർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് 3 നിലയുള്ള അടിപൊളി കോട്ടേജാണ്. അച്ഛായ ബഹുത് സുന്ദർ. എന്തായാലും വാ നമുക്കൊന്ന് അകത്തേക്ക് കയറി നോക്കാം. അവരെന്നെ ഉള്ളിൽ കാണാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെയാണ് ഇവരുടെ റൂംസ് ഉണ്ടാവുക. ഓ 3 പേഴ്സൺ ആരാം സേ होता है ना. ആ അതുണ്ടെങ്കിൽ നല്ല ഒരു ഡബിൾ ബെഡ്, അതുകൂടാതെ ഒരു സിംഗിൾ ബെഡ്, ആ രീതിയിലാണ്. അറ്റാച്ച്ഡ് ബാത്റൂം, അതുകൂടാതെ ഇതും ഡബിൾ ബെഡ്, അറ്റാച്ച്ഡ് ബാത്റൂം, നൈസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നമുക്ക് മിലിറ്ററിയുടെ ക്യാമ്പ് ഏരിയ ഉധർ സേ. ഓ ചൈന ബോർഡർ. ഓ ആ സൈഡിൽ ചൈന ബോർഡറാണ് കേട്ടോ. ആ ഹാ ഹാ. അതിനുശേഷം ഇതാ ഇവിടെ എല്ലാം ഫുള്ള് വ്യൂ പോയിൻറ്റുകളാണ്. നമുക്ക് വ്യൂ എന്താ പറയുക, കാഴ്ചകൾ കാണാൻ പറ്റുന്ന ബാൽക്കണികളാണ്. അച്ഛായേ वो साइड पे. ओ दोकलांग वो साइड में. ആ ഒരു മേഖല കണ്ടോ നിങ്ങൾ? ദോക്ലാം സൈഡ്. ദോക്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മളുടെ ഇന്ത്യയുടെ അതുപോലെ തന്നെ ചൈനയുടെ മിലിറ്ററി ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു മേഖലയിൽ. അതായത് ഇന്ത്യ, ചൈന, ഭൂട്ടാൻ 3 രാജ്യങ്ങളും ചേരുന്ന ആ ഒരു ബോർഡർ റീജിയൻ ഇവിടെ നിന്നാണ്. ഓ 2 രാജ്യങ്ങൾ ഈ ഒരു ഹോം സ്റ്റേയിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ. കോൺസാ വാല? ഓ ഇസ് തരഫ്. ആസാമിൻ്റെ ഒക്കെ സൈഡ് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. നീച്ചെ ലാബാന. ആ ഓ ലാബ. ഓ ലാവ എന്ന് പറയുന്നത് ഇവിടെ സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമുണ്ട്. ഞാൻ പോകുമ്പോൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചാണ്. ആ ഒരു ക്ലൗഡിൻ്റെ ഉള്ളിലുള്ള ക്ലൗഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ ലാവയുള്ളത്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെയൊക്കെ പോവാം. എന്തായാലും വളരെയധികം സുന്ദരമായിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഇവരുടെ. अच्छा गुआ ऑरेंज ओके हाँ 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 ഓക്കെ സബ് ഇത് ഇവരുടെ അടുക്കളത്തോട്ടമാണ്. നൈസ്. പിന്നെ ഉണ്ടല്ലോ ഇവർ കിച്ചണും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഫുഡ് വേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതാ ഇവിടെ കിച്ചൺ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മളുടെ ഇതായി സ്വന്തമായിട്ട് കുക്ക് ചെയ്യാം. അതല്ല എങ്കിൽ ആബി बना कर दे देगा ना. सकता है देगा. हाँ अभी दे देगा. അവരും തരും കേട്ടോ. എന്തായാലും വന്നതല്ലേ, എന്നോട് അടുക്കളത്തോട്ടം കൂടി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാനും ഇതാ പുറകെ നടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെയുണ്ടല്ലോ, ഇത് ഞാൻ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ച സാധനമാണ്. അതുകൊണ്ട് ഇവിടുത്തെ കുക്കുമ്പറുണ്ട് നിങ്ങൾ, നല്ല വലിയതാണ്. അതുകൂടാതെ ഇതൊരു കുറച്ച് സോഫ്റ്റാണ്, കുറച്ച് മധുരം കൂടി ഉണ്ട് കേട്ടോ. ഈ ടേസ്റ്റി അച്ചായേ. ഞാൻ സഞ്ജീവ് ബ്രോൻ്റെ അവിടെയുള്ള സമയത്ത് ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുണ്ടാ കഴിച്ച അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ടൈപ്പ് കുക്കുമ്പർ കഴിച്ചത്. ഓറഞ്ച് പതുക്കെ ആയി തുടങ്ങുന്നേ ഉള്ളൂ. സീസൺ ഇനിയാണ് തുടങ്ങുന്നതെന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചെറിയ ഓറഞ്ചുകളാണ് അതിൻ്റെ അകത്തുള്ളത്. നൈസ്. ഇവിടെ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് ബ്ലാക്ക് ജിഞ്ചർ ജൈസാ പോലത്തെ ഈ മെഡിസിൻ ഒക്കെ മെഡിസിനെ ഇവിടെ ഉണ്ടാകുന്ന ബ്ലാക്ക് ജിഞ്ചറാണ് കേട്ടോ. നമ്മുടെ നോർമലി ഉള്ള ജിഞ്ചറല്ല, ആൾ കുറച്ച് വ്യത്യസ്തനാണ്. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ കോൺടാക്ട് നമ്പർ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇവരുടെ നോർമൽ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1500 രൂപയാണ്. അതായത് 3 നേരത്തെ ഭക്ഷണവും താമസവും ഒക്കെ അടക്കേ. അച്ഛേ ബഹുത് സുന്ദരേ. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം. ഇതുപോലുള്ള പോകുന്ന സ്ഥലങ്ങളിൽ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല നല്ല ഹോം സ്റ്റേകൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവർക്കൊരു പ്രൊമോഷൻ ആവട്ടെ. കൂടാതെ വരുമ്പം നിങ്ങൾക്ക് കാണാനും താമസിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാകട്ടെ. മുൻകൂട്ടി അതിൻ്റെ ഒരു റിവ്യൂ പോലെയും കൂടി കിട്ടുമല്ലോ. താങ്ക് യു. ഇതുണ്ടെങ്കിൽ ഇവിടുത്തെ മോമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതാണ്. ഇതുണ്ടോ, ഈ ഒരു 4 കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം മുഴുവനാകുമെന്ന് തോന്നുന്നു. എന്താ ഈ ഒരു ഭയ്യ ഉണ്ട്, ഭയ്യം കൂടി മോമോ കഴിക്കുന്നുണ്ട്. കൈസേ ടേസ്റ്റ്? നൈസ്. അച്ഛാ നമ്പർ 1 ടേസ്റ്റ്. ഓക്കെ. അതിൻ്റെ കൂടെ ഇതാ ഒരു സൂപ്പ് കൂടി ഇവർ തരും. ആ സൂപ്പും ആദ്യമേ കഴിക്കണം, എന്നിട്ട് ഈ ഒരു മോമോയും കൂടി കഴിക്കണം കേട്ടോ. ഇതൊക്കെ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള വെറൈറ്റീസ് ഓഫ് ചട്നികളാണ്. ഇതുണ്ടല്ലോ, നമ്മൾ അവിടെ കഴിച്ച പോലെ ഒരെണ്ണം അതുപോലെ ഒറ്റയടിക്ക് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ നമ്മൾ മുറിച്ച് തന്നെ വേണം കഴിക്കാനായിട്ട് കേട്ടോ. അത്യാവശ്യം ഇത് കട്ടിയായിട്ട് തോന്നുമെങ്കിലും നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പുറത്തെയുള്ള ഒരു കവറിങ്. സൂപ്പിന് വേണമെങ്കിൽ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് നമ്മൾ തന്നെ ഇടണം. ഇതിൻ്റെ അകത്ത് ഇപ്പം ഉപ്പില്ല കേട്ടോ.
ഇനിയിപ്പോൾ വീണ്ടും മുമ്പോട്ടേക്ക് പോകാം. 80 രൂപയാണ് കേട്ടോ ആയത്. ശരിക്കും രാവിലെ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി എന്തെങ്കിലും കഴിച്ചാൽ മതി, അത്രയും ഉണ്ട്. വിലയോ തുച്ഛം ഗുണമോ മെച്ചമാണ് കേട്ടോ ആ സാധനം. ഇവിടെ ഉണ്ടല്ലോ 5 കിലോമീറ്റർ അപ്പുറം വെൽക്കം ടു സിലരി ഗൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടേ. ജസ്റ്റ് എന്തോ നല്ല പേരുള്ള ഒരു ഗൗൺ. വാ, സിലരി ഗൗണെങ്കിൽ സിലരി ഗൗൺ. നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി അങ്ങടെ മുഴുവൻ വിജനതയാണ് കേട്ടോ. ചെറിയൊരു കാട് പോലത്തെ മേഖലയാണ്. 5 കിലോമീറ്റർ എന്നാണ് ആ ഗാവിൻ്റെ കാണിച്ചത്. ദൈവമേ മീനുക്കുട്ടി, നീ എന്നെ എങ്ങനെയായി കൊണ്ടുപോകുന്നത്? വണ്ടി കുറച്ചധികം നേരമായിട്ട് മല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഗ്രാമവും കാണാനില്ലല്ലോ ദൈവമേ. ഇടതൂർന്ന പൈൻമരക്കാടുകൾക്കുള്ളിലൂടെയുള്ള നമ്മളുടെ സഞ്ചാരം തുടരുകയാണ്. ഏതോ സ്വപ്ന സമാനമായ ഗ്രാമം നമ്മളെയും കാത്തിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.